വൈപ്പിനിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം വിജയം. അധികൃതരുമായുള്ള ചർച്ചയിൽ ലൈസൻസ് ഫീ അടയ്ക്കേണ്ടതില്ലെന്ന് ഉറപ്പ് ലഭിച്ചു. ലൈസൻസ് ഫീ അടച്ചില്ലെന്ന പേരിൽ ബോട്ടിന് പിഴയിട്ടതിനെ തുടർന്നാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. എറണാകുളം വൈപ്പിനിൽ മത്സ്യത്തൊഴിലാളികൾ സംഘടിപ്പിച്ച പ്രതിഷേധം ഒടുവിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ്. അധികൃതരുമായുള്ള ചർച്ചയിൽ ലൈസൻസ് ഫീ അടയ്ക്കേണ്ടതില്ലെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധം വിജയത്തിലേക്ക് മാറിയത്. ലൈസൻസ് ഫീ അടച്ചില്ലെന്ന പേരിൽ ബോട്ടിന് പിഴയിട്ടതിനെ തുടർന്നാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതാ ഒടുവിൽ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ ലൈസൻസ് ഫീ അടയ്ക്കേണ്ടതില്ല എന്ന ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ്. എറണാകുളം വൈപ്പിനിലാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം വിജയം കണ്ടിരിക്കുന്നത്. അധികൃതരുമായുള്ള ചർച്ചയിൽ ലൈസൻസ് ഫീ അടയ്ക്കേണ്ടതില്ല എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസ് ചേരുന്നുണ്ട്. കാളിദാസ്, ഒടുവിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം വിജയം കണ്ടിരിക്കുകയാണ്. ചർച്ചയിൽ ലൈസൻസ് ഫീ അടയ്ക്കേണ്ടതില്ല എന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? കറുത്തു, ചെറിയൊരു തിരുത്തുണ്ട്. കാരണം ലൈസൻസ് ഫീ അടയ്ക്കേണ്ടതില്ല എന്നുള്ളതല്ല പ്രധാനമായിട്ടും ആ ഒരു ചർച്ചയിലുണ്ടായ തീരുമാനം. കാരണം പിഴത്തുക അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലൈസൻസ് ഫീ എന്തായാലും അടയ്ക്കണം എന്നുള്ളത് കൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ ക്ഷേമനിധിയെ സംബന്ധിച്ചും ഒപ്പം തന്നെ ലൈസൻസ് ഫീയെ സംബന്ധിച്ചും 9,000-ഉം 15,000-ഉം അങ്ങനെ 24,000 രൂപ അടയ്ക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ആ കാലാവധി കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷവും അടയ്ക്കാത്ത പക്ഷമാണ് ഇത്തരത്തിലൊരു പിഴത്തുക, ഭീമമായ പിഴത്തുക തന്നെയാണ് 2.5 ലക്ഷം രൂപയാണ് ജപമാല എന്ന ബോട്ടിനെതിരെ ഫിഷറീസ് AD ചുമത്തിയത്. അപ്പോൾ അതിനെ തുടർന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം രാവിലെ ഈ വൈപ്പിൻ ഭാഗത്തുണ്ടായത്. ആ ഒരു പ്രതിഷേധത്തെ തുടർന്ന് വെള്ളത്തിലേക്ക് വള്ളമിറക്കിയുള്ള ഒരു പ്രതിഷേധം കൂടിയായിരുന്നു. വള്ളങ്ങൾ നിരത്തിയിട്ടുള്ള പ്രതിഷേധം. അതുകൊണ്ട് തന്നെ വാട്ടർ മെട്രോ സർവീസും ജങ്കാർ സർവീസും ഒക്കെ കുറച്ചു നേരം തടസ്സപ്പെട്ട ഒരു സാഹചര്യം കൂടിയായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. അതിനുശേഷം പോലീസ് അടക്കം എത്തി കുറെ നേരം അവരോട് ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള ആവശ്യമൊക്കെ ഉയർത്തിയെങ്കിലും അവർ അതിൽ നിന്ന് പിന്മാറിയില്ല. ശേഷം ഒരു ചർച്ചയിലേക്ക് നീങ്ങുകയായിരുന്നു. പോലീസും ഫിഷറീസ് ADയും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നേതാക്കളും ഉൾപ്പെടുന്ന ഒരു ചർച്ചയായിരുന്നു. ആ ചർച്ചയിലുണ്ടായ തീരുമാനം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ക്ഷേമനിധിയിലേക്കുള്ള 5,000-ഉം ഒപ്പം തന്നെ ഈ ഒരു 2 തുക 5,000-ഉം 9,000-ഉം 15,000-ഉം അങ്ങനെ 24,000 രൂപ അടയ്ക്കുക എന്നുള്ളതാണ് തീരുമാനമായത്. അതുകൊണ്ട് തന്നെ പിഴ അടയ്ക്കേണ്ടതില്ല എന്നുള്ളതും കൂടിയുണ്ട്. ഭീമമായ ഒരു പിഴത്തുകയായിരുന്നു മത്സ്യത്തൊഴിലാളി പ്രധാനമായി ജപമാല എന്ന ബോട്ടിനെതിരെ ചുമത്തിയിരുന്നത്. ആ 2.5 ലക്ഷം രൂപ പിഴ അടയ്ക്കേണ്ടതില്ല എന്നുള്ളതും കൂടിയാണ് യോഗത്തിൽ ആ ഒരു ചർച്ചയിൽ തീരുമാനമായത്. സ്ഥലം CA അടക്കം ഫിഷറീസ് AD അടക്കം മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാക്കളടക്കം സംസ്ഥാന അധ്യക്ഷനും ജില്ലാ പ്രസിഡന്റും ഒക്കെ തന്നെ ആ ഒരു ചർച്ചയുടെ ഭാഗമായിരുന്നു. അത്തരത്തിൽ ആ ഒരു പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളുടെ രാത്രി മുതൽ നീണ്ട ആ ഒരു പ്രതിഷേധം വിജയം കണ്ടിരിക്കുന്നു. കാർത്തു, ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ജങ്കാർ സർവീസും അതുപോലെ തന്നെ വാട്ടർ മെട്രോ അടക്കമുള്ള സർവീസുകൾ നിർത്തിവെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പുനരാരംഭിച്ചു എന്ന് വേണ്ടേ കരുതാൻ? അത് തന്നെയാണ് കാർത്തു. അത് 2 സർവീസുകളും പുനരാരംഭിച്ചിരിക്കുകയാണ്. വാട്ടർ മെട്രോ സർവീസ് അല്പസമയത്തിനകം തന്നെ ഈ ഗതാഗതം നടത്തി തുടങ്ങും എന്നുള്ളത് കൂടിയാണ്. ജങ്കാർ അതേസമയം നേരത്തെ തന്നെ സർവീസ് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ആ ഒരു പ്രതിഷേധം അവസാനിപ്പിച്ച ശേഷം തന്നെ ഒരു 2-3 സർവീസുകൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 4-മത്തെ സർവീസാണ് ഇപ്പോൾ ഈ ഒരു വൈപ്പിൻ ഭാഗത്തു നിന്നും ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ജങ്കാർ സർവീസും വാട്ടർ മെട്രോ സർവീസും ഒക്കെ തന്നെ പുനരാരംഭിച്ചിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ ദൃശ്യങ്ങളിൽ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ ബോട്ടുകൾ ഒന്നും തന്നെ ഇല്ല. പ്രതിഷേധമെല്ലാം അവസാനിപ്പിച്ച ബോട്ടുകളെല്ലാം യഥാസ്ഥാനത്തേക്ക് തന്നെ മടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു പ്രതിഷേധം വിജയം കണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഭീമമായ പിഴത്തുകയാണ് 2.5 ലക്ഷം രൂപയാണ് ജപമാല എന്ന ബോട്ടിനെതിരെ ചുമത്തിയിരുന്നത്. ആ പിഴത്തുക അടയ്ക്കേണ്ടതില്ല. പകരം നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ആ 24,000 രൂപ ലൈസൻസ് പുതുക്കാനും ക്ഷേമനിധിയിലേക്കും വേണ്ട 24,000 രൂപ അടച്ചാൽ മതി എന്നുള്ള തീരുമാനം ഫിഷറീസ് ADയും അറിയിച്ചിരിക്കുകയാണ്. കാർത്തു, ശരി, എറണാകുളം വൈപ്പിനിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ പ്രതിഷേധം ഒടുവിൽ വിജയം കണ്ടിരിക്കുകയാണ്. അധികൃതരുമായി നടത്തിയ ചർച്ച ഫലം കണ്ടിരിക്കുകയാണ്.
പിഴത്തുക അടയ്ക്കേണ്ടതില്ല എന്നുള്ളൊരു ചർച്ചയിൽ തീരുമാനമായതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി നിർത്തിവച്ചിരുന്ന ജങ്കാർ സർവീസുകളും അതുപോലെ തന്നെ വാട്ടർ മെട്രോ സർവീസുകളും എല്ലാം പുനരാരംഭിച്ചിരിക്കുകയാണ്. പ്രസാദ് കാളിദാസ് ആണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ മയക്കുമരുന്ന് കേസിലെ പ്രതിയെ കരുതൽ തടങ്കിലാക്കി. പടക്കുളം സ്വദേശി നിഷ്താഫറിനെയാണ് 1 വർഷത്തേക്ക് കരുതൽ തടങ്കിലാക്കിയത്. വിവിധ സ്റ്റേഷനുകളായി ഇയാൾക്കെതിരെ നിലവിൽ 5ഓളം കേസുകളാണുള്ളത്.